വർഷങ്ങൾക്ക് മുൻപുള്ള ആ പുരാതന കാലഘട്ടം കാണിച്ചാണ് ഈ എപ്പിസോഡ് തുടങ്ങുക. ജിയയുടെ ഡെഡ് ബോഡിക്ക് അടുത്തിരുന്ന് പൊട്ടിക്കരയാണ് ലിയപ്പ. പിന്നീടാണ് അവൻ ആ വാൾ ശ്രദ്ധിക്കുന്നത്. അതേ വാളാണ് പാസ്റ്റ് ലൈഫിലെ ജിൻസോ ജിയയ്ക്ക് നേരെ ചൂണ്ടിരുന്നതും ഇപ്പോ ലീ ജിൻസോക്ക് നേരെ ചൂണ്ടിയതും. ലീയുടെ പെരുമാറ്റവും സംസാരമൊക്കെ കേട്ട് നിനക്ക് എന്താ പറ്റിയെന്ന് ഹീറോ ചോദിക്കുമ്പോ വേഗം അവിടുന്ന് പോയിക്കോളാൻ പറയാണവൻ. അങ്ങനെ ജിൻസോ പോയതിന് തൊട്ട് പിന്നാലെ പ്രിൻസിപ്പളും വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരും. ജിൻസോ ഒരു നല്ല പയ്യനല്ലേ, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? മൗണ്ടെയിൻ സ്പിരിറ്റിന്റെ ജോലി ആളുകളുടെ ജീവൻ എടുക്കലല്ലോ എന്ന് ചോദിച്ചേന് ജിയയുടെ ബ്ലഡ് ഇതുവരെ ഈ വാളിന്ന് ഉണങ്ങിയിട്ടില്ല. അതുപോലെ ആ വേദന എന്റെ മനസ്സിൽ നിന്നും മറ്റുള്ളവരെ സഹായിക്കാന്നുള്ള ലക്ഷ്യം ഞാൻ ഉപേക്ഷിച്ചു. ഞാൻ ഇനി ഒരു മൗണ്ടെയിൻ സ്പിരിറ്റ് ആയിരിക്കില്ല എന്ന് പറയണവൻ. അവിടെ സിംഗട്ടായി ഹേനയും ജിൻസോയും ചുമ്മാ കറങ്ങാൻ ഇറങ്ങിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇന്നേരം താങ്കൾ ഇപ്പോഴും ആ കീ ചെയിൻ സൂക്ഷിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കാണ് അവള്. അപ്പോഴാണ് ഹീറോയ്ക്ക് ലീയുടെ ആരും ഓർമ്മ വരാ. ഈയിടെയായി ലീയുടെ പെരുമാറ്റത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് കേട്ട് അത് ചിലപ്പോ താങ്കൾ ഇന്നലെ വെറും കൈയോടെ പോയതുകൊണ്ടായിരിക്കും എന്നാണ് ഹേന പറയുന്നത്. ഇതിനിടെ അവൾ ഇടയ്ക്കിടെ ചുമക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ നാളെ നമുക്ക് എവിടെ ഡേറ്റിന് പോകുന്നൊക്കെ പറഞ്ഞു വരുന്ന ടൈം ഒരു ഡോഗ് അവളുടെ അടുത്തേക്ക് വരെയും ഹേനനെ കണ്ട ഉടൻ തിരിച്ചോടുകയും ചെയ്യാണ്. കുറച്ച് ദിവസമായി ഡോഗ്സ് എന്നെ കാണുമ്പോ അടുത്തേക്ക് വരുന്നതിന് പകരം ഓടിപ്പോവാണെന്ന് പറയുന്നതായിട്ട് അത് ചിലപ്പോ ശാപം മാറിയതുകൊണ്ടാവുമെന്ന് ജിൻസോ പറയുന്നുണ്ട്. ശരിക്കും അത് ആ ബ്രേസ്ലെറ്റ് കാരണമാണെന്ന് ഇവരറിയുന്നില്ല. ശേഷം വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും ഹേനയുടെ ചുമ പനിയായിട്ട് മാറിയിട്ടുണ്ടായി. പിറ്റേ ദിവസം തീരെ വയ്യെങ്കിലും പുള്ളിക്കാരി ഡേറ്റിന് പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. സെയിം ടൈം ജിൻസോയും റെഡിയായി ഇറങ്ങാൻ നിൽക്കുന്നതിനിടയ്ക്കാണ് ഹേനയുടെ ചേച്ചി വിളിക്കുക. എണീക്കാൻ വയ്യെങ്കിലും ഡേറ്റിന് പോണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവള്. തൽക്കാലം നിങ്ങൾ ഇന്ന് വീട്ടില് ടൈം സ്പെൻഡ് ചെയ്യും, എനിക്കൊന്ന് പുറത്തു പോകാനുണ്ടെന്ന് പറയാണ് ചേച്ചി. ഹീറോ അവൾക്ക് പനിക്കുന്നുണ്ടോ എന്ന് നോക്കുമ്പോഴൊക്കെ അത് തന്റെ സ്വപ്നമാണെന്നാണ് ഹേന കരുതുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറയാണ് അവള്. ഹീറോയിൻ അങ്ങനെ ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോഴാണ് ഇത് സ്വപ്നമായിരുന്നില്ല സത്യമാണെന്ന് മനസ്സിലാവുന്നത്. അതോടെ എണീക്കാൻ പോകുമ്പോഴേക്കും ജിൻസോ അവളെ വിടാതെ അവിടെ തന്നെ പിടിച്ചിരുത്തും. പിറ്റേ ദിവസം സ്റ്റുഡൻസിനെയും കൊണ്ട് ഒരു എക്സിബിഷന് വരുന്ന ടൈം ഹേനയുടെ പോലെ ഹീറോയും ചുമക്കുന്നുണ്ട്. നീയാണോ സാറിനും പനി കൊടുത്തേ, എന്റെ അടുത്തേക്ക് വരണ്ടെന്ന് പറയാണ് ഫ്രണ്ട് മിസ്. അങ്ങനെ ഹേനയും ജിൻസോയും ഓരോന്നൊക്കെ സംസാരിച്ച് നടന്നു പോകുന്നുണ്ട്. ജിയയ്ക്ക് അവരെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന ഹേനയും ജിൻസോയും ആയി തോന്നാണ്. ഇതേ സമയം ആ ഫ്ലാഷ് ബാക്കും കാണിക്കുന്നുണ്ട്. അവിടെ ജിൻസോ എന്ന നാട്ടിലെ ഒരു അധികാരിയായിരുന്നു. ഹേനയാണെങ്കിൽ ഒരു വീട്ടിലെ ജോലിക്കാരി. അതുകൊണ്ട് തന്നെ അവളുള്ള ആ വീട്ടിലേക്ക് അവൻ ഇടയ്ക്കിടെ ചെല്ലാറുണ്ട്. കാരണം ഹീറോയ്ക്ക് അവളെ കണ്ടപാടെ ഭയങ്കര ഇഷ്ടമായി. ശരിക്കും ജിയാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. ഹേന ജിയയുടെ ജോലിക്കാരി ആയിരുന്നെങ്കിലും ജിയ അവളെ ഒരു കൂട്ടുകാരി പോലെയാണ് കണ്ടിരുന്നത്. ജിയ അന്നേരം പ്രഗ്നന്റും ആയിരുന്നു. കട്ട് ചെയ്താ ജിയ ഇവരെയും നോക്കി നിൽക്കുന്നത് കണ്ടാണ് ഓയിൽ അങ്ങോട്ട് വരാം. ഞാനൊരു സീക്രട്ട് പറയാം, അവര് രണ്ടുപേരും ഡേറ്റ് ചെയ്യാണ്, പക്ഷെ ആരോട് ഇത് പറയരുതെന്ന് പറയുന്നതിനിടെ ഹേനയുടെ ഡോഗ് രൂപത്തിലുള്ള ഫോട്ടോയുടെ ടീഷർട്ടാണ് അവൻ ഇട്ടിരിക്കുന്നതെന്ന് അവൾ ശ്രദ്ധിക്കും. ഓ, അപ്പൊ ഈ ഡോഗായിട്ടാണല്ലോ നീ ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിക്കാണ്. അപ്പൊ ലീ ഇതേ സമയം അവിടെ വെച്ചിരുന്ന പഴയ കാലത്തിലെ ഷൂസും ഡ്രസ്സുകളും ഒക്കെ നോക്കുകയായിരിക്കും. ഇപ്പൊ പ്രിൻസിപ്പൾ ആയ അവന്റെ കൂടെ ഉള്ളത് നൈൻ ടൈൽഡ് ഫോക്സ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ മൗണ്ടെയിൻ സ്പിരിറ്റ് ആയ ലീയുടെ ഒപ്പം കൂട്ടിനുള്ള ഫോക്സ് ആണ് ശരിക്കും. ഈ ടൈം ജിയ കൊണ്ടുവച്ച ഫ്ലൈയിങ് ലാൻഡേൺ എടുത്ത് നോക്കാണ് പ്രിൻസിപ്പള്. ഇത് കത്തിക്കാൻ ആ കുട്ടി വരാന്ന് പറഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞല്ലോ എന്ന് പറയുമ്പോ അവൾ അത് മറന്നു പോയിട്ടുണ്ടാവുന്നാണ് ലീ പറയാ. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് ജിയ വരാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ടായി. അവിടെ സീൻ കട്ട് ചെയ്ത ഹീറോ ഒരു കള്ളനെ ഓടിച്ചിടുന്നതാണ് കാണിക്കുന്നത്. ആ കള്ളൻ ചേച്ചിയുടെ ഫ്രണ്ട് ചോയായിരുന്നു. ഓടുന്നതിനിടെ ഹേനേനെ ഇടിച്ചതുകൊണ്ട് തന്നെ അവളുടെ കൈ പൊട്ടിയിട്ടുണ്ടായി. അങ്ങനെ പിറ്റേ ദിവസം ഹീറോ ആ മുറിവ് ഉണങ്ങാനുള്ള മരുന്ന് കൊണ്ട് കൊടുക്കാണ് അവൾക്ക്. ഹേനയ്ക്ക് പക്ഷെ ആരെങ്കിലും കണ്ടാലോ എന്നുള്ള പേടിയായിരിക്കും. ജിയ ചെറുപ്പം മുതലേ അവളെ സെർവന്റ് ആയി കാണുന്നതിന് പകരം ഫ്രണ്ട് ആക്കിയതിന് ജിയയ്ക്ക് ഒരുപാട് വഴക്ക് കേട്ടിരുന്നെന്നും താങ്കളും എന്നോട് നന്നായി പെരുമാറിയ മറ്റുള്ളവർക്ക് അത് ഇഷ്ടാവില്ല എന്ന് കേട്ട് എനിക്കതൊന്നും വിഷയമല്ല, നീ ഇത് തേക്കാതിരുന്നാലാണ് എനിക്ക് ദേഷ്യം വരാന്നാവും പറയും. അന്ന് രാത്രി ഹേന മുറിവി മരുന്ന് പുരട്ടുന്നുണ്ടെങ്കിലും അത് ജിൻസോ കൊടുത്ത മരുന്നല്ലായിരുന്നു. അതെന്താ തേക്കാഞ്ഞെന്ന് ജിയ ചോദിക്കുമ്പോ അത് ഈ ചെറിയ മുറിവിനൊന്നും ഉപയോഗിക്കില്ല, ഞാൻ മരിക്കുന്നു തോന്നുന്ന അത്രയും വേദനയുള്ള മുറിവിലെ പുരട്ടു എന്ന് പറയാണ് അവള്. അതാരാ തന്നേന്ന് ചോദിക്കുമ്പോഴേക്കും ജിയയുടെ കുഞ്ഞിനിടാനുള്ള പേര് കണ്ടുപിടിച്ചോന്നും ചോദിച്ച് ഹേന വിഷയം മാറ്റും. ദുഃഖിടാന്നാ കരുതുന്നെന്ന് പറയാണ് ജിയ. അപ്പം പിറ്റേ ദിവസം ഹേന പാത്രം കഴുകുന്നതിനിടെ ആ വെള്ളം പെട്ടെന്ന് ഹീറോയുടെ മേലെ വീഴാണ്. ഇന്നേരം അവളുടെ മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല എന്ന് കണ്ടതും ഞാൻ തന്ന ഓയിൻമെന്റ് പുരട്ടിയില്ലല്ലെന്ന് ചോദിച്ച് അവൻ ദേഷ്യപ്പെട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. അതോടെ ഹീറോയിനും ഭയങ്കര ടെൻഷൻ ആവാണ്. ജിൻസോടെ മേത്തുനിന്ന് വേണം എന്തോ ഒന്ന് കൊടുക്കാൻ അവന്റെ നനഞ്ഞ കാലടികൾ ഫോളോ ചെയ്തു പോകുന്ന സമയം ഹീറോ അവിടെ ഹേനയ്ക്ക് വേണ്ടി തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. നിന്നോട് ഗൗരവത്തിൽ പെരുമാറി എന്റെ അഭിനയം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴാണ് അവൾക്കും സമാധാനാവുന്നത്. ഇനി എന്നോട് ദേഷ്യപ്പെടണ്ട, എപ്പോഴത്തെയും പോലെ സ്നേഹത്തിൽ സംസാരിച്ചാൽ മതിയെന്നും പറഞ്ഞ് ഹഗ് ചെയ്യാണെന്നിട്ട് അവിടെ കട്ടായി ഹീറോയുടെ ചീഫ് അവനെ വിളിപ്പിക്കുന്ന സീനാണ്. ജിയുടെ ഹസ്ബൻഡ് ഒരു രാജ്യദ്രോഹ കുറ്റം ചെയ്തെന്നും ആ കുറ്റത്തിന് അയാളെ അറസ്റ്റ് ചെയ്യുന്നതിനിടെ അയാൾ കൊല്ലപ്പെട്ടു എന്ന് പറയും. അതുകൊണ്ട് ഇനി അയാളുടെ ഭാര്യനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടാണ് ഹീറോനോട്.
അവൻ പക്ഷെ ചീഫും അനുയായികളും എത്തുന്നതിന് മുന്നേ അവരെ രക്ഷിക്കാനാണ് ശ്രമിക്കുക. ചീഫ് എത്തുന്നതിന് മുന്നേ അവരവിടെ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അവര് പിന്നാലെ തന്നെ അന്വേഷിച്ചു വരുന്നുണ്ടായി. ഇന്നേരം ജിയനെ രക്ഷിക്കാൻ ഹേന അവളുടെ ഡ്രസ്സ് ഇട്ടു പോകും. ഹേനനെ അവരുടെ കിട്ടിക്കഴിഞ്ഞാൽ കൊന്നുകളയും. അവളെ രക്ഷിക്കാൻ പറഞ്ഞ് ജിയ ജിൻസോനെയും പറഞ്ഞയക്കുന്നുണ്ടപ്പോ ശേഷം ജിയ അവരുടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്ന ടൈം പെട്ടെന്ന് കാല് തെറ്റി താഴേക്ക് വീഴുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ ഹേനയാണെങ്കിൽ അവന്മാര് വളഞ്ഞിട്ടുണ്ടായി. പക്ഷെ ഹീറോ അവരോട് എല്ലാം എതിർത്ത് നിന്ന് രക്ഷിക്കാണ് അവളെ. ജിയയുടെ ഒപ്പം നീയും സേഫ് ആയിട്ടിരിക്കണം, ഞാൻ നാട്ടിൽ എന്താ നടക്കുന്നതെന്ന് അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞു പിരിയാണെന്നിട്ട് വീഴ്ചയിൽ ബോധം കെട്ടിയെടുക്കുന്ന ജിയനെ നമ്മുടെ ലീക്കാണ് കിട്ടുക. ഏകദേശം 1 വർഷം മുന്നേ തനിക്ക് ആ ലാൻഡേൺ സമ്മാനമായി തന്ന ലേഡിയാണിതെന്നും അവൻ ആലോചിക്കുന്നുണ്ട്. ലീ ജിയനെ രക്ഷിച്ചെങ്കിലും അവരുടെ കുഞ്ഞു മരിച്ചു പോയിട്ടുണ്ടായി. ജിയയുടെ ഹസ്ബൻഡ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടതും അവൾ രക്ഷപ്പെട്ടു വന്ന കാര്യങ്ങളൊക്കെ അവൻ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ജിയനെ അന്വേഷിച്ച് ഹേന വരുന്നുണ്ടെന്നുള്ളതും അവൻ മനസ്സിൽ കാണും. അവിടെ കെട്ടിയതാ ജിയ ഭക്ഷണമോ വെള്ളമോ ഒന്നും കഴിക്കാതെ സദാസമയം കുഞ്ഞിനെ ഓർത്ത് കരയുന്നത് കണ്ട് ലീക്ക് ഭയങ്കര വിഷമാവാണ്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അവൾ ആ മൗണ്ടൈനിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാനും ശ്രമിക്കും. അപ്പോഴും ലീ ആണ് അവളെ രക്ഷിക്കുന്നത്. മൃതശരീരത്തിന്റെ സ്മെല്ല് എനിക്ക് തീരെ ഇഷ്ടമല്ല, ചാടണം എന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ചാടിച്ചാവാൻ പറയണമെന്നിട്ട് അവർക്ക് താമസിക്കാനുള്ള വീട് ഉണ്ടാക്കി കൊടുത്തതും ലീ ആണ്. ജിയയ്ക്ക് വേണ്ടി ഫോക്സിനെ കൊണ്ട് ഡെയിലി മീനും കൊണ്ട് കൊടുപ്പിക്കും. അതുകൊണ്ട് ഹേന ഇപ്പൊ ഫോക്സിനെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ നേരെ മനുഷ്യരൂപത്തിലേക്കായി അവരുടെ അടുത്തേക്ക് ഒരു പട്ടിക്കുട്ടീനെ വിടുന്നുണ്ട്. ജിയയുടെ അവസ്ഥയ്ക്കാണെങ്കിൽ ഇപ്പോഴും ഒരു മാറ്റമില്ല. ഫുൾ ടൈം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ട് ഹേന അവൾക്ക് ആ ഡോഗിനെ കൊണ്ട് കൊടുക്കുകയാണപ്പോ. ആ ഡോഗിനെ അവൾക്ക് മുന്നേ പരിചയം ഉണ്ടായിരുന്നു. എന്തിനാ മരിക്കാൻ ശ്രമിക്കുന്നതെന്ന് ലീ ചോദിച്ചപ്പോ ആഫ്റ്റർ ലൈഫിൽ തന്റെ കുഞ്ഞ് തനിച്ചായിരിക്കുന്നു, തന്നെ അന്വേഷിക്കുന്നുണ്ടാവുന്നും കേട്ട് കുഞ്ഞിന്റെ ആത്മാവ് ആഫ്റ്റർ ലൈഫിലേക്ക് പോയിട്ടില്ല, അത് ഈ പപ്പിയുടെ ശരീരത്തിലേക്ക് കയറി എന്ന് പറയണം. ജിയ പക്ഷെ അപ്പൊ അത് വിശ്വസിച്ചിരുന്നില്ല. പിന്നീട് ജിയ ഫ്ലൈയിങ് ലാൻഡേൺ കത്തിക്കാനുള്ള ആ തീക്കല്ല് മൗണ്ടൈൻ സ്പിരിറ്റിന് കാഴ്ചവെക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് കൊണ്ടുവരാൻ ഒരുപാട് ലേറ്റ് ആയതിന് സോറി പറയുന്നതിനിടെ ലീ അങ്ങോട്ട് വരും. താങ്കൾ മൗണ്ടൈൻ സ്പിരിറ്റ് ആയി ഭയങ്കര ക്ലോസ് ആണെന്നല്ലേ പറഞ്ഞ്, നിങ്ങളപ്പോ വല്ല 9 ടൈൽഡ് ഫോക്സ് ആണോ എന്ന് ചോദിച്ചതായിട്ട് അദ്ദേഹം പറയണവൻ. അത് കഴിഞ്ഞുള്ള സീനിൽ ജിയ കഷ്ടപ്പെട്ട് വെള്ളം എടുക്കുന്ന കണ്ടിട്ട് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടണ്ട, നിങ്ങൾ താമസിക്കുന്നിടത്തേക്ക് വെള്ളം എത്തിക്കാന്ന് ലീ പറയും. തൊട്ട് പിന്നാലെ ബാവ ആ പ്രിൻസിപ്പളിനെ കൊണ്ട് ചാലുണ്ടാക്കിപ്പിക്കാണ് ലീ. അങ്ങേർക്ക് ഇതൊക്കെ പറഞ്ഞാൽ മതി, കഷ്ടപ്പെടുന്ന ഞാനല്ലേ എന്ന് പറയാണ് അയാള്. സെയിം ടൈം ജി ഇവിടെ അവരുടെ ആ പപ്പിക്ക് വേണ്ടി ഡ്രസ്സ് ഉണ്ടാക്കിയിട്ട് അതിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ മോനിടാൻ വെച്ചിരുന്ന ദുഗ് എന്നുള്ള പേരാണ് പട്ടിക്കുട്ടീനെ വിളിക്കുന്നത്. ഇന്നേരം ജിയ ഭേദപ്പെട്ട് വരുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഹേന പറയും. അവൾക്ക് പക്ഷെ ജിൻസോനെ കാണാത്തതിൽ വിഷമമുണ്ടെന്ന് ജിയയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. കട്ട് ചെയ്താ മുകളിൽ നിന്ന് വീണ് മരിച്ച ഒരാളെ കാണാണ് ലീ. ആത്മഹത്യ ചെയ്തതായാലും അല്ലെങ്കിലും ഓരോ മരണവും അവന് വിഷമേ ഉണ്ടാക്കാറുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ടൈം പണ്ട് തന്റെ അമ്മയെ രക്ഷിച്ചതിന് നന്ദി പറയാൻ ജിയ അവന്റെ അടുത്തേക്ക് വരും. ശരിക്കും മൗണ്ടൈൻ സ്പിരിറ്റ് താങ്കളല്ലേ എന്ന് ചോദിച്ചതേട്ട് മനുഷ്യരുടെ ജീവൻ രക്ഷിച്ചിട്ട് എന്ത് കാര്യം, വീണ്ടും ഒരു 10-20 വർഷം കഴിഞ്ഞാൽ പിന്നെ അവര് മരിക്കന്നല്ലേ ചെയ്യുന്നെന്നും പറഞ്ഞു പോവാണ് അവൻ. അന്നാണ് ജിയ അവനെ അവസാനമായിട്ട് കണ്ടത്. അങ്ങനെ കുറച്ചധികം ദിവസങ്ങൾ കടന്നുപോയി. മൗണ്ടൈൻ സ്പിരിറ്റിനെ ഇപ്പൊ കാണാറില്ലല്ലോ എന്ന് ഹേന ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തെ അന്വേഷിക്കാൻ വേണ്ടി ഞാൻ ദുഗിനെ പറഞ്ഞയച്ചിട്ടുണ്ടെന്ന് അപ്പൊ ജിയ പറയും. ഹേനയാണെങ്കിൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ തിരിച്ച് വില്ലേജിലേക്ക് പോവാൻ നിൽക്കായിരുന്നു. 3 മാസം കഴിഞ്ഞില്ലേ, എല്ലാവരും മറന്നിട്ടുണ്ടാവും എന്ന് പറയാണ്. പക്ഷേ ഹീറോ ഇപ്പോഴും അവിടെ അവരുടെ തടങ്കലിലായിരുന്നു. തല പോണ്ടാന്നുണ്ടെങ്കിൽ അവരെ കാണിച്ചു തരാൻ പറയുന്നതും കാണിച്ച് കട്ട് ചെയ്താ ഒരു അപകടം പറ്റി കിടക്കുന്ന ദുഗിനെയാണ് കാണിക്കുന്നത്. ജി അപ്പൊ തന്നെ പപ്പീനെയും കൊണ്ട് ലീഡ് അടുത്തേക്ക് ഓടുമെങ്കിലും അവിടെ ഒന്നും അവനുണ്ടാവില്ല. അവസാനം ആ മൗണ്ടൈന്റെ മുകളിലേക്ക് ചെല്ലുമ്പോഴാണ് ലീ വരാ. അതോടെ പട്ടിക്കുട്ടി ഉഷാറാവുകയും ചെയ്യും. താങ്കൾ ഇപ്പോഴും വിഷമത്തിലാണോ? എന്റെ അമ്മയെ താങ്കളെ രക്ഷിച്ചോണ്ടല്ലേ അമ്മയെ കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ടായത്. താങ്കളെ രക്ഷിച്ചതിന് ശേഷം എന്റെ അമ്മ ജീവിച്ച 10 വർഷം എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ തന്നിട്ടാണ് പോയെന്ന് പറയുമ്പോ കുറച്ചൊക്കെ ലീയുടെ വിഷമം മാറുന്നുണ്ട്. ശേഷം അവർ ഓരോന്നൊക്കെ സംസാരിക്കുകയും കൂടുതൽ അടുക്കാനും തുടങ്ങും. അവസാനം അങ്ങനെ രണ്ടുപേരും പരസ്പരം ഇഷ്ടത്തിലാവുന്നതായാണ് കാണിക്കുന്നത്. അവൾ അന്ന് കൊടുത്ത ആ ലാൻഡേൺ ശ്രദ്ധിക്കാം, അത് നമുക്ക് മുകളിലേക്ക് അയക്കണ്ടേന്ന് പറഞ്ഞതും നാളെ നമുക്ക് അന്ന് കടലിനടുത്തേക്ക് പോവാം, അവിടെ വെച്ച് ചെയ്യാന്നാവും പറയും. അങ്ങനെ പിറ്റേ ദിവസം അവർ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന സീനാണ്. അതിനു മുന്നേ നമുക്കൊരു ഹൗസ് ഗെയിം കളിച്ചാലോ? ഞാൻ ദുഗിന്റെ അമ്മ, താങ്കൾ അച്ഛൻ എന്ന് പറയുമ്പോ അപ്പൊ ഞാൻ ജിയയുടെ ഹസ്ബൻഡ് ആണോ എന്ന് ലീ ചോദിച്ചതും ജിയയുടെ മുഖത്തൊരു ഗ്ലോ വരാൻ തുടങ്ങും. അസ്തമയ സൂര്യന്റെ ഇതുപോലെയുള്ള ഈ ഒരു തിളക്കം എനിക്കെങ്ങനെ കിട്ടുമെന്ന് ചോദിക്കുന്ന ടൈം ജി അവനെ കിസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. കട്ട് ചെയ്താ പിറ്റേ ദിവസം കടലിനടുത്തേക്ക് പോകാൻ വേണ്ടി ലീ വരുമെങ്കിലും ഹേന അവളുടെ ലവറിനെ കണ്ട് തിരിച്ചു വന്നിട്ട് പോരെ, അപ്പൊ പിന്നെ ദുഗിനെ അവളെ ഏൽപ്പിക്കാലോ എന്ന് പറയാണ് ജിയ. അപ്പോ പാസ്റ്റ് ലൈഫിൽ ഇവരുടെ പേരൊക്കെ വേറെയാട്ടോ, കുറെ പേര് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് വെച്ചാണ് നമ്മൾ ഹേന ജിയ എന്നൊക്കെ തന്നെ പറയുന്നത്. കുറച്ചു നാള് മുന്നേ ഹേനനെ വിശ്വസിക്കാൻ പറ്റുമെന്നൊക്കെ ഫോക്സ് ലീനോട് ചോദിച്ചിരുന്നതായി കാണിക്കുന്നുണ്ട്. നേരം അവള് ജിയയുടെ കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ടാണ്, ലവറിനെ കാണാനാ തിരിച്ചു പോയെന്നൊക്കെ ലീ പറയുമെങ്കിലും ഇപ്പൊ എന്തോ ഒരു സംശയം പോലെ. ഇതേ സമയത്താണ് ലീ അവൾക്ക് ആ സ്കാർഫ് ഇട്ട് കൊടുക്കുന്നത്.
കുറച്ചു സമയത്തിനകം ജിയനെ പിടിക്കാൻ വന്ന ആൾക്കാര് ഈ സ്ഥലത്തേക്കും എത്തിയിട്ടുള്ളതായി കാണിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ലീ അത് സെൻസ് ചെയ്യാ. അവൻ അങ്ങനെ ജിയനോട് വിളിക്കാൻ പറഞ്ഞ് നേരെ അവരുടെ അടുത്തേക്കും ചെല്ലും. ശേഷം എല്ലാവരോടും യുദ്ധം ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ജി ഇതിനകം ഒരു സ്ഥലത്ത് ഒളിച്ചെങ്കിലും അവർ താമസിച്ച വീട് ഉൾപ്പെടെ എല്ലായിടത്തും അവർ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെയും അവർ അവളെ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോഴാണ് ജിയക്ക് ആ സ്കാർഫ് മിസ്സാവുന്നത്. ജിയൻ അന്വേഷിച്ച് നടക്കുന്നതിനിടെ ലീ ആ സ്കാർഫ് കാണുന്ന ടൈം ആ അനുയായികളെല്ലാം അവനെ വളഞ്ഞിട്ടുണ്ടായി. ജിയ ക്രിമിനലുമായി ബന്ധപ്പെട്ടവളാണ്, അവളെ രക്ഷിക്കാൻ ശ്രമിച്ച നീയും ഇല്ലാതാവണമെന്നും പറഞ്ഞ് അമ്പുതിർക്കുമെങ്കിലും അതൊക്കെ ലീയുടെ ശക്തി കൊണ്ട് ഫ്രീസ് ആയി നിൽക്കുകയാണ് അവിടെ. അവൻ അങ്ങനെ സിമ്പിൾ ആയി അവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ഇതേ സമയത്താണ് ജിൻസോ ജിയയ്ക്ക് നേരെ വാളും പിടിച്ച് നിൽക്കുന്നത് അവൻ കാണാം. അതേ സെക്കൻഡില് ഹീറോയുടെ ചീഫ് വന്ന് ലീനെ കുത്തുന്നതാണ് കാണിക്കുന്നത്. ലീയുടെ കണ്ണൊന്ന് മറഞ്ഞതിന് ശേഷം പിന്നീട് ജിയനെ നോക്കുമ്പോ അവളുടെ വയറ്റിൽ ആ വാള് കയറി ജിയ താഴേക്ക് വീഴുന്നതാണ് അവൻ കാണാം. മൗണ്ടൈൻ സ്പിരിറ്റിന് മരണമില്ലാത്തോണ്ട് തന്നെ ചീഫിനൊക്കെ വെട്ടി വീഴ്ത്തി ലീ ജിയയുടെ അടുത്തേക്ക് ചെല്ലുമെങ്കിലും അവള് മരിച്ചിട്ടുണ്ടായിരുന്നു. ആ സങ്കടം സഹിക്കാൻ പറ്റാതെ ലീ ജിയനെ കെട്ടിപ്പിടിച്ച് കരയുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ട് ചെയ്ത ലീ ചോയുടെ ആനിമൽ ഹോസ്പിറ്റലിലേക്ക് ചെല്ലും ഹേനയുടെ ഒക്കെ അങ്കിളിനെ കൊല്ലുന്നതും കാണിച്ചാണ് എപ്പിസോഡ് എൻഡ് ആവുന്നത്. ഇനിയായിരിക്കും ലീ അവന്റെ ശരിക്കുള്ള പ്രതികാരം തുടങ്ങാൻ പോകുന്നുണ്ടാവുക. അപ്പൊ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിലൂടെ കാണാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്